ഹലോ ഗായ്സ്, അടുത്ത ട്രിപ്പ് നമ്മൾ പോകുന്നത് ഡിബ്രുഗറിലേക്കാണ്. ആസാമിൻ്റെ മറ്റൊരു എൻഡായ ഡിബ്രുഗർ. ഗുവാഹട്ടിയിൽ നിന്നാണ് ടിക്കറ്റ് എടുത്തത്. ഗുവാഹട്ടി ടു ഡിബ്രുഗർ. രാവിലെ തന്നെ ഫ്രഷപ്പൊക്കെ ആയതിൻ്റെ ശേഷം ഡയറക്റ്റ് ഒരു 10-10:30 ആയപ്പോഴത്തേനും ഗുവാഹട്ടി റെയിൽവേ സ്റ്റേഷനിലെത്തി. അവിടുന്ന് ആണ് ട്രെയിൻ എടുത്തത്. ആസാമിൻ്റെ പ്രകൃതി രമണീയമായ സ്ഥലങ്ങളാണിത്. ഏകദേശം നമ്മൾ കമ്പയർ ചെയ്യുമ്പോൾ കേരളത്തിലത്തെ പോലെ തന്നെയാണ്. മലകളും പാടങ്ങളും ഒക്കെ ആയിട്ട് ഇങ്ങനെ ഒരു സ്ഥലമാണ്. അത്യാവശ്യം കുഴപ്പമില്ലാത്ത ക്ലൈമറ്റാണ്, നല്ലൊരു ഫീല്. ഇതിൽ കൂടെ ഒറ്റയ്ക്ക് സോളോ ട്രിപ്പ് പോകുമ്പോൾ അതിന് വേറെ വൈബാണ്. ഒന്നാമത് ഫുള്ള് ഡിബ്രുഗർ ആ സൈഡിൽ വല്ലാണ്ട് ആളുകൾക്ക് ഹിന്ദിയും കാര്യങ്ങളൊന്നും അറിയില്ല. വല്ലാണ്ട് അങ്ങനത്തെ ഒരു ഏരിയയാണ്. ബീഹാർ, വെസ്റ്റ് ബംഗാളൊക്കെ വിട്ടതിൻ്റെ ശേഷം പിന്നെ ആസാമിലേക്ക് എൻ്റർ ചെയ്യുമ്പോൾ അവിടെയുള്ള ആളുകൾക്കൊന്നും വല്ലാണ്ട് ഹിന്ദിയും കാര്യങ്ങളൊന്നും അറിയില്ല. അങ്ങനത്തെ ഒരു ഏരിയ, ഒരു വെറൈറ്റി ഫീല്. മെയിനായിട്ട് പാടങ്ങളിൽ നെല്ലും ഗോതമ്പൊക്കെയാണ് കൃഷിയും കാര്യങ്ങളൊക്കെ കാണുന്നത്. ഒട്ടുമിക്ക ഏകദേശം 90% ഫുള്ള് ഈ നെൽവയലുകളും കാര്യങ്ങളൊക്കെയാണ്. പിന്നെ കുറച്ച് ഹിൽ ഏരിയകളിൽ പോകുമ്പോൾ നല്ല തേയിലത്തോട്ടങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട്. ആസാം മെയിനായിട്ട് അറിയപ്പെടുന്നത് തേയിലൻ്റെ കൃഷിയും കാര്യങ്ങളൊക്കെ ആയിട്ടാണ്. ഒരുപാട് ഒഴിഞ്ഞ് കിടക്കുന്ന സ്ഥലം, ഫ്രീ ആയിട്ടുള്ള ഒരുപാട് ഏരിയകളുണ്ട്. ആളുകളൊന്നും വല്ലാണ്ട് തിങ്ങി ഇറങ്ങുന്ന അത്ര ആളുകളുടെ ഡെൻസിറ്റിയും കാര്യങ്ങളും ഇല്ലാത്തൊരു സ്ഥലങ്ങളാണ്. അപ്പോൾ ഗൈസ്, മറ്റൊരു യാത്രേൻ്റെ ഒരു സീരീസ് ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്യുകയാണ്. ഏകദേശം ആസാം നോർത്ത് ഈസ്റ്റ് മൊത്തം കവർ ചെയ്യാനാണ് പ്ലാൻ ചെയ്യുന്നത്. ഒരു 10 ദിവസത്തെ ട്രിപ്പാണ്, മൊത്തത്തിൽ സോളോ ട്രിപ്പ്. കേരളത്തെ പോലെ തന്നെ ആസാമിൽ നിന്ന് മറ്റൊരു തല ദിബ്രുഗർ മുതൽ ഏകദേശം വെസ്റ്റ് ബംഗാൾ അത് 6 വരിപ്പാത പോകുന്നുണ്ട്. അതിൻ്റെ കൺസ്ട്രക്ഷനും കാര്യങ്ങളൊക്കെ ഏകദേശം ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. സിലിച്ചർ, അവിടുന്ന് ആസാം അഗർത്തല ഒരു ഏരിയ മൊത്തം, മീൻസ് നോർത്ത് ഈസ്റ്റ് മൊത്തം കവർ ചെയ്തുകൊണ്ടുള്ളൊരു പ്രൊജക്റ്റ് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഏകദേശം ഈ റോഡും റെയിൽവേ ഒക്കെ കൺസ്ട്രക്ഷനൊക്കെ നടന്നുകൊണ്ട് ഹൈ ഡെവലപ്മെൻറ്റൊക്കെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ തന്നെ മിസോറാമിലേക്ക് ട്രെയിൻ സർവീസും കാര്യങ്ങളൊക്കെ ഇവിടെ അടുത്ത് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അതൊക്കെ ഒരു പോസിറ്റീവാണ്. മീൻസ് നോർത്ത് ഈസ്റ്റ് ഒരു റിമോട്ട് ഏരിയ എന്നുള്ളതിൽ നിന്ന് ഒരു മൊത്തത്തിലൊരു ചേഞ്ചും കാര്യങ്ങളൊക്കെ വരാൻ പോവുകയാണ്. വൺ സൈഡ് വയൽ, ഓപ്പോസിറ്റ് സൈഡാണെന്നുണ്ടെങ്കിൽ തേയിലത്തോട്ടം. ഇതാണ് ദിബ്രുഗറിൻ്റെ പ്രത്യേകത. ഏകദേശം ദിബ്രുഗർ അടുത്തുകൊണ്ടിരിക്കുകയാണ്. വയലുകളും കാര്യങ്ങളൊക്കെ ഒരു ഹിൽ സ്റ്റേഷനിലോട്ട് മാറിയിട്ടുണ്ട്. ഏകദേശം തണുപ്പും കാര്യങ്ങളൊക്കെ ചെറുതായിട്ട് കൂടിയിട്ടുണ്ട്. ദിബ്രുഗർ ബാക്കി സ്ഥലങ്ങളും കാര്യങ്ങളൊക്കെ ആയിട്ട് കമ്പയർ ചെയ്യുമ്പോൾ അരുണാചൽ പ്രദേശമായിട്ട് അടുത്ത പ്രദേശമാണ്. ഏകദേശം ക്ലൈമറ്റ് ചേഞ്ചും കാര്യങ്ങളൊക്കെ ഒന്ന് മാറിയിട്ടുണ്ട്. ജസ്റ്റ് തണുപ്പും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. ഇപ്പോൾ കൂടുതൽ നമ്മൾ വയലും കാര്യങ്ങളൊക്കെയാണ് കണ്ടിരുന്നത്. ഇപ്പോൾ ഏകദേശം ദിബ്രുഗർ അടുത്തുകൊണ്ടിരിക്കുമ്പോൾ ഫുള്ള് ഏകദേശം തേയിലത്തോട്ടം കാര്യങ്ങളൊക്കെ, അത് നല്ല സെറ്റ് തേയിലത്തോട്ടം കാര്യങ്ങളും ഒക്കെ ഇവിടെ കാണുന്നുണ്ട്. മൊത്തത്തിൽ പഴയ തേയിലത്തോട്ടങ്ങളാണ്. മീൻസ് ബ്രിട്ടീഷുകാരുടെ കാലത്ത് തന്നെ ഉണ്ടാക്കിയ തേയിലത്തോട്ടമാണ്. ആസാം മെയിനായിട്ട് അറിയപ്പെടുന്നത് ആസാം ടീ എന്നുവെച്ചാൽ ആസാം ചായക്ക് നല്ല പേരുകെട്ട സ്ഥലങ്ങളാണ്. തേയിലത്തോട്ടവും പിന്നെ അതുപോലെ തന്നെ ഓയിൽ എക്സ്ട്രാക്ഷനും പെട്രോളിയം പ്രൊഡക്റ്റും കാര്യങ്ങളൊക്കെ ഇവിടെ നല്ല രീതിയിലുണ്ട്. ഗൈസ്, ഡിബ്രുഗർ ഏകദേശം ഇന്ത്യൻ്റെ മറ്റൊരു കോർണറാണ്. ആസാമിൻ്റെ അങ്ങേ തലക്കൽ നമ്മൾ ഈസ്റ്റിൽ ഏറ്റവും കൂടുതൽ റെയിൽവേ എത്താൻ പറ്റുന്ന ഏറ്റവും മോസ്റ്റ് ഏരിയ. വലിയ റെയിൽവേ സ്റ്റേഷൻ ഒന്നുമല്ല, നല്ല യാർഡും കാര്യങ്ങളൊക്കെ ഉണ്ട്. റെയിൽവേ മൊത്തത്തിൽ കുഴപ്പമില്ല, സെറ്റാണ്. എങ്ക പാത്താലും ബ്രഹ്മപുത്ര. ഇവിടെ ചെന്നപ്പോഴും ബ്രഹ്മപുത്ര. ഗുവാഹട്ടിയിൽ നിന്ന് കണ്ടതും ബ്രഹ്മപുത്ര. ആസാം മൊത്തം പരന്ന് കിടക്കുന്നത് ബ്രഹ്മപുത്രയാണ്. ഏകദേശം ചൈനയിൽ നിന്ന് വരുന്ന വെള്ളമാണ് ഇതൊക്കെ. ഇവിടുത്തെ ആൾക്കാരൊക്കെ സമ്മതിക്കണം കേട്ടോ. ഏകദേശം രാവിലെയാണ് ഇവിടെ എത്തിപ്പെട്ടത്. രാവിലെ 5-5:30 ആയപ്പോഴത്തേനാണ് എത്തിപ്പെട്ടത്. ആൾക്കാരൊക്കെ ഫുള്ള് മോർണിംഗ് വാക്കിനൊക്കെ ഇറങ്ങി. ഒരു വില്ലേജ് ഏരിയ ഫുള്ള് സെറ്റാണ്. അത്യാവശ്യം കാം ആൻഡ് ക്വയറ്റ് ഏരിയ, നല്ലൊരു സെറ്റ് സ്ഥലം. ഡിബ്രുഗർ ടൗണാണിത്. അരുണാചൽ പ്രദേശിൻ്റെ പബ്ലിക് വണ്ടിയാണ്. വീട്ടിലും വെറൈറ്റി ഡിസൈനൊക്കെയാണ് സെറ്റ്. ഇത് ഡിബ്രുഗർ ടൗണ്. വൺ സൈഡ് മൊത്തം തേയിലത്തോട്ടങ്ങളാണ്.
ഇത് ഞാനിപ്പോൾ ശിവസാഗർ പോയോണ്ടിരിക്കുകയാണ്. ഡിബ്രുഗറൊക്കെ ഏകദേശം ഇങ്ങനെ കറങ്ങി ഇനി ശിവസാഗർ പോകാനുള്ള തീരുമാനത്തിലാണ്. അപ്പോൾ അവിടുന്ന് ശിവസാഗർക്ക് പോയോണ്ടിരിക്കുകയാണ്. ഇത് കിട്ടില്ല പ്ലേസ്, ക്ലൈമറ്റൊക്കെ അത്യാവശ്യം കുഴപ്പമില്ലാത്ത ക്ലൈമറ്റാണ്. ഇത് ഗുവാഹട്ടിയിൽ നിന്ന് വരുന്ന റോഡ് തന്നെയാണ്, സെയിം റോഡ്. ഗുവാഹട്ടി, അരുണാചൽ പ്രദേശ്, ആസാം, വെസ്റ്റ് ബംഗാൾ അങ്ങനെയുള്ള പോകുന്ന റോഡാണിത്. ഏതായാലും കിടിലൻ ഹൈവേ ആണ്. വല്ലാണ്ട് ഡിബ്രുഗർ ആ പേര് കേട്ടുകൊണ്ട് കാണാൻ മാത്രമൊന്നും കാര്യങ്ങളൊന്നും ഇല്ല. ഇവിടെ ചെറിയൊരു ടൗണും പിന്നെ അതിന് ചുറ്റിപ്പറ്റിയ കുറച്ച് സ്ഥലങ്ങളും, മെയിനായിട്ട് ഇവിടെ ഉള്ളത് ബ്രഹ്മപുത്ര അതിന് ചുറ്റിപ്പറ്റിയ സ്ഥലങ്ങൾ മാത്രമാണുള്ളത്. ഞാനേതായാലും ശിവസാഗർ അതിൻ്റെ അടുത്തൊരു സ്ഥലമാണ്, കുറച്ചൊരു 10-20 കിലോമീറ്റർ ദൂരത്തിന് ശിവസാഗർ മുമ്പോട്ട് പോയോണ്ടിരിക്കുകയാണ്. ജസ്റ്റ് ഒന്ന് അവിടെ നിന്ന് എക്സ്പ്ലോർ ചെയ്യണം വേണ്ടി. വഴിയും കാര്യങ്ങളൊക്കെ നോർമൽ നമ്മളെ കേരളത്തിൽ കാണുന്ന പോലെ തന്നെയാണ്. ഏകദേശം അത്യാവശ്യം ഒരു സെറ്റും കാര്യങ്ങളൊക്കെ ജസ്റ്റ് ഒന്ന് ഡെവലപ്പിംഗ് സ്റ്റേജിലാണ്. കേരളത്തിൻ്റെ കാട്ടി അത്ര അല്ല, എന്നാലും ഒരു ജസ്റ്റ് ഒന്ന് ഡെവലപ്പിംഗ് സ്റ്റേജിലാണ് ഇപ്പോൾ ഉള്ളത്. വഴികളും കാര്യങ്ങളൊക്കെ സെറ്റാണ്. അത്യാവശ്യം ഒരുപാട് സ്ഥലങ്ങളിൽ കൺസ്ട്രക്ഷൻ കാര്യങ്ങളും നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഞാനവിടെ ഡിബ്രുഗർ ഇറങ്ങി ചെക്കന്മാർ അവിടെ ലോക്കലിങ്ങനെ സംസാരിച്ചപ്പോൾ ഡിബ്രുഗർ കാര്യമായിട്ട് കാണാനും ഒന്നുമില്ല, എന്നാലും ജസ്റ്റ് നോർമൽ ഏരിയയാണ് ഞാൻ അന്വേഷിച്ചിട്ട് കണ്ടത്. ഏകദേശം അങ്ങനെ അവിടുന്നൊരു ആളെ പരിചയപ്പെട്ട് അങ്ങനെ മൂപ്പര് പറഞ്ഞതാണ് ശിവസാഗർ എന്ന സ്ഥലത്തേക്ക് പോകാൻ. അവിടെയാണെന്ന് വെച്ചാൽ പഴയ ഡൈനാസ്റ്റിയും കാര്യങ്ങളും അഹോം കിങ്ഡം പറയും, അതിൻ്റെ ഡൈനാസ്റ്റിയും കാര്യങ്ങളൊക്കെ ഉള്ള ഏരിയയാണ്. പിന്നെ കിങ്ഡവും കാര്യങ്ങളൊക്കെ ആയിട്ട് അങ്ങനെ കുറച്ച് ചരിത്ര പ്രധാനമായിട്ടുള്ള സ്ഥലത്താണ്. ഈ ഒരു സ്ഥലത്തിൻ്റെ പേരാണ് മോറൻ. ഇവിടെയാണ് ടീ പ്ലാന്റേഷനും കാര്യങ്ങളൊക്കെ കൂടുതലുള്ളത്. അതുപോലെ തന്നെ IOC ഇന്ത്യൻ ഓയിലിൻ്റെ കമ്പനിയും കാര്യങ്ങളൊക്കെ ഇവിടെ ഉണ്ട്. മീൻസ് എക്സ്ട്രാക്ട് ചെയ്യണ പ്യൂരിഫിക്കേഷൻ കാര്യങ്ങളൊക്കെ ചെയ്യുന്ന സ്ഥലങ്ങളും കാര്യങ്ങളൊക്കെ ഇവിടെ ഉണ്ട്. ആസാമിലേക്കുള്ള മിക്ക ഓയിലും ഇവിടെ തന്നെയാണ് പ്രൊഡക്ഷൻ ചെയ്യുന്നത്. ഗുവാഹട്ടിയിൽ നിന്ന് വരുന്ന ഹൈവേ തന്നെയാണിത്. അതിലുള്ളതാണ് ഡിബ്രുഗർ എന്ന സ്ഥലം. ശിവസാഗർ എന്ന സ്ഥലത്തേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഗൈസ്, ഫൈനലി ശിവസാഗർ എത്തി. ഇവിടെ അത്യാവശ്യം പ്രശസ്തമായിട്ടൊരു ടെമ്പിളാണ്. അത്യാവശ്യം ആൾക്കാരും കാര്യങ്ങളൊക്കെ ഉണ്ട്. ശിവ ടെമ്പിൾ കയറി. ഇത് അതിനടുത്തുള്ളൊരു തടാകമാണ്, ഒരു ആർട്ടിഫിഷ്യൽ തടാകമാണ്. ഈ അമ്പലത്തിന് അനുബന്ധിച്ച് ഇതിനടുത്ത് സ്ഥിതി ചെയ്യുന്നൊരു തടാകം. അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു ഏരിയ, നല്ല പീസ് ആൻഡ് വൈബ് സ്ഥലം. അത്യാവശ്യം നല്ല ഹൈറ്റ്, നല്ല പുരാതന ടെമ്പിളും കാര്യങ്ങളൊക്കെയാണ് കേട്ടത്. സ്ഥലമൊക്കെ നൈസാണ്. 2 ടെമ്പിളുകളുണ്ട്. ശിവസാഗർ മാൻമെയ്ഡായിട്ടുണ്ടാക്കിയ തടാകമാണിത്. മാൻമെയ്ഡാണ്, ആർട്ടിഫിഷ്യൽ ലേക്ക്. ശിവസാഗർ തടാകത്തിൻ്റെ അടുത്തൊരു മ്യൂസിയം ഉണ്ട്. പണ്ട് കാലങ്ങളിൽ രാജാക്കന്മാരൊക്കെ യൂസ് ചെയ്തിരുന്ന സാധനങ്ങളും കാര്യങ്ങളൊക്കെ വെച്ചിട്ടൊരു മ്യൂസിയം. ജസ്റ്റ് അതിനുള്ളിലൊക്കെ ഒന്ന് ജസ്റ്റ് അങ്ങനെ കയറിയൊക്കെയുള്ള രീതിയിൽ പോയതാണ്. എൻട്രി ഫീ ഉണ്ട് 20 രൂപ. അത്യാവശ്യം കുഴപ്പമില്ല. പണ്ട് കാലങ്ങളിൽ യൂസ് ചെയ്യുന്ന സാധനങ്ങൾ എന്താ സാധനം കാര്യങ്ങളൊക്കെ എന്താണെന്നൊന്നും അറിയില്ല. ജസ്റ്റ് അങ്ങനെ കാണാനും അങ്ങനെ കണ്ടിങ്ങനെ ജസ്റ്റ് വീഡിയോ കാര്യങ്ങളൊക്കെ ഇങ്ങനെ അടുത്തിങ്ങനെ പോവാം. അത്രയേ ഉള്ളൂ. നമ്മുടെ ഈഗിച്ചത് ഓരോ അവന്മാരോരോ ഭാഷയിലൊക്കെയാണ്. പണ്ട് കാലങ്ങളിൽ ഏകദേശം 1600 കാലഘട്ടങ്ങളിലുള്ളതാണ്. ചെറിയൊരു മ്യൂസിയം. എല്ലാവർക്കും കാണുന്ന പോലെ ഒരു ദാരിദ്ര്യം പിടിച്ചൊരു രാജാവ്. പണ്ടത്തെ വീരൊക്കെ കുറേ പറ്റും. ആകെ ഇന്ത്യൻ മാത്രം തന്നെ ഉള്ളൂ. ഈ രാജാക്കന്മാർ എന്തോ തായ്ലാൻഡ് ഭാഗത്ത് നിന്ന് വന്നുകൊണ്ട് ആസാം ഏരിയ സെൻട്രൽ ഏരിയയിലാണ് മൊത്തത്തിൽ ഭരിച്ചിരുന്നവരാണ്. ആസാമിൻ്റെ ഒരു ഏരിയ, പിന്നെ അതുപോലെ മ്യാൻമർ, ബർമ്മ, തായ്ലാൻഡ് ആ ഒരു ഏരിയ കാര്യങ്ങളൊക്കെ കൂടിയാണ്ട് ഭരിച്ചിരുന്നൊരു രാജാക്കന്മാരാണ് ഇവർ. ഇവിടെയുള്ള രാജാവ് ചൈനക്കാരനായിരുന്നു കേട്ടോ.
ചൈനക്കാരനും തായ്ലാൻഡും കൂടെ കൊണ്ടുള്ളൊരു രാജാവ്. പേര് ചൊലാൻ ചൂക്കോഫ. അങ്ങനെ ഇവിടെ കീഴടക്കിണ്ടാക്കിയ സാമ്രാജ്യം. കണ്ടിട്ടൊരു ബുദ്ധിസ്റ്റ് സ്റ്റാറ്റ്യൂ ഒക്കെ കാണിട്ട് ഒരു ദാരിദ്ര്യം പിടിച്ച രാജാവിൻ്റെ ഒരു ഫീൽ. അങ്ങനെ പറഞ്ഞാൽ ആ സമയത്തെ കാര്യങ്ങളൊക്കെ ഉണ്ട്, അന്നത്തെ ഒരു സെറ്റപ്പ് ഓക്കെ. ആ കാലത്തുള്ളതൊക്കെ തന്നെ കാരണം 1800 എഴുത്തുകളൊക്കെ ആദ്യം എടുക്കുക, തർജ്ജമ സ്ക്രീൻഷോട്ട് എടുക്കുക, തർജ്ജമ ചെയ്തോളി. എന്ത് ഭാഷ ഇത്, ഏതായാലും വൃത്തിയായിട്ട് എഴുതിയിട്ടുണ്ടായിരുന്നു. സെറ്റാണ്. എന്താ ചിത്രം വരച്ചത്? ഓൾഡ് ആസാമീസ് ബുക്ക് ഓഫ് ഇൻസ്ക്രിപ്ഷൻസ്. ആ കഴിഞ്ഞു. ഒരു വാതിൽ തുറന്ന് വെച്ച് നോക്കുന്നുണ്ട്. അയ്യോ, ശിവസാഗർ ടെന്നീസ് ക്ലബ്ബ്. പിന്നെ ഫ്രണ്ട് സൈഡ് ഒരു വ്യൂ ഉണ്ട്. ആർട്ടിഫിഷ്യൽ ലേക്കാണ്. ആർട്ടിഫിഷ്യൽ ലേക്ക് കാണുന്നതാണ്. അതൊക്കെ അടച്ചിട്ടേക്കാണ്. വ്യൂ ആണ്. അടങ്ങിയിട്ടുണ്ട്. അങ്ങനെ അവിടെ അറിഞ്ഞിടത്തോളം മനസ്സിലായത്, ചോദിച്ചിടത്തോളം മനസ്സിലായത് 1200 മുതൽ 660 വർഷം, 1800-860 വരെ തായ്ലൻഡ് ബേസായിട്ടൊരു രാജാവ് ഉണ്ടായിരുന്നു. ആ രാജാവിൻ്റെ ശേഷിപ്പുകളും കാര്യങ്ങളൊക്കെയാണ് ഇത്. തായ് മ്യൂസിയം എന്നാണ് ഇതിൻ്റെ പേര്. ആസാം തായ്. ചെറിയൊരു മ്യൂസിയം, അന്നത്തെ കാലത്തെ സംഗതികളും കാര്യങ്ങളൊക്കെ ആണ് ആസാം തായ് മ്യൂസിയം. ആണ് സംഭവം. 1860 മുതൽ അഹോം കിങ്ഡം എന്ന പേരിൽ വേറൊരു രാജാവായിരുന്നു ഭരിച്ചിരുന്നത്. അത് ഇവിടുന്ന് ഒരു 35 കിലോമീറ്റർ അപ്പുറത്താണ് അതിൻ്റെ പാലസവും അവിടുത്തെ മ്യൂസിയം കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അത് കാണാൻ പോവാണ്. ഇത്രയുള്ള ആക്ടിവിറ്റി അഹോം കിങ്ഡത്തിൻ്റെ തായ് കിങ്ഡത്തിൻ്റെ അടുത്ത് തന്നെയാണ്. ശിവ ടെമ്പിൾ.